ഇവളിവിടെ കിടക്കുവാണോ? ഓണ സെലിബ്രേഷന് പോകാൻ ഇവിടെ റെഡി ആവണില്ലേ? നീതുമോളെ, നീതുമോളെ, പോകുന്നില്ലേ? ബെസ്റ്റ്. അല്ല, കുണിക്ക് കുളിച്ച് റെഡി ആവുന്നില്ലേ? ഓ, മനുഷ്യനൊന്ന് കിടക്കാനും സമ്മതിക്കില്ല. എന്താ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഇന്ന് ഓണ സെലിബ്രേഷൻ ആണെന്ന് അറിയില്ലേ? പോകുന്നില്ലേ? നീക്ക് എന്താ റെഡിയാകാത്തെ? ഓ, പഴയ പട്ടോടെ ഇട്ട് പോകാൻ എന്നെ കൊണ്ടൊന്നും വയ്യ. കഴിഞ്ഞ ദിവസം അച്ഛമ്മയുടെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ടേ അമ്മ പട്ടോടെ ഒന്നും മേടിച്ച് തരൂലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പോകാതെ ഇവിടെ കിടക്കണേ. എന്നാലേ അമ്മയുടെ ഫോൺ എടുത്ത് നോക്കിക്കോ. ഇന്ന് നിർബന്ധമായിട്ടും ഓണ സെലിബ്രേഷൻ എല്ലാ കുട്ടികളും വരണം. വരാത്ത കുട്ടികളുടെ അമ്മേനെ വിളിപ്പിക്കുമെന്ന് പ്രത്യേകം മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അയ്യോ പറയണ്ട, വേഗം റെഡി ആയിക്കോ. എനിക്ക് മടിയുണ്ട് പഴയ പട്ടോടെ ഇട്ടുകൊണ്ട് പോകാൻ. പക്ഷെ എന്ത് ചെയ്യാനാ? പോയല്ലേ പറ്റോ, അല്ലെങ്കിൽ മിസ്സേ അച്ഛനെ അമ്മനെ വിളിക്കും. എടി, എന്തായാലും പട്ടുവാട പഴയതാ ഇടുന്നേ. മാലയെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഇടാം. നിന്റെ ആ പുതിയ മാലയും നമ്മൾ എനിക്കിന്ന് ഇടാൻ തന്നെ. അതിന് നീ പോകുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ 3 പേരും കൂടി ഇവിടെ വട്ടമേശ സമ്മേളനം കൂടി ഇരിക്കുവാണല്ലേ. ആ കുണുക്കനാണെങ്കിൽ എണീറ്റിട്ടും കൂടിയില്ല. പിള്ളേര് ഓണ സെലിബ്രേഷൻ ആണെന്നും പറഞ്ഞ് സ്കൂൾ ബസ് കറക്റ്റ് സമയത്താ വരുന്നേ. നിങ്ങൾ റെഡിയാവുന്നില്ലേ? അമ്മ, ഈ പട്ടുപാവട എല്ലാരും കണ്ടതല്ലേ, അത് തന്നെ ഇട്ടുകൊണ്ട് എങ്ങനെയാ പോകുന്നേ? എല്ലാരും കാണുന്ന യൂണിഫോം ഇട്ടല്ലേ എല്ലാ ദിവസവും പോകുന്നേ, പിന്നെന്താ? ഇന്നലെയല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാരും തുണിക്കടയിൽ പോയി പുതിയ ഉടുപ്പെടുത്തത്? അത് മറന്നില്ലല്ലോ. അല്ലാതെ അത് ഓണത്തിനൊന്നും ഇടാൻ പറ്റൂലല്ലോ. അത് ഗൗണല്ലേ. ഗൗണായാലും പട്ടുപാവടയായാലും വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഇടിയാ പുതിയ ഉടുപ്പെടുത്തത്. ഇന്നലെ ഇത്രയും രൂപക്ക് ഉടുപ്പെടുത്തിട്ട് പിന്നെ എങ്ങനെ തോന്നുന്നു എനിക്ക് ഇനിയും മേടിക്കണമെന്ന് പറയാൻ? അത് പിന്നെ നേരത്തെ പട്ടുപാവടയുടെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് എല്ലാവരും കണ്ടമ്മേ. എന്തെങ്കിലും ഉടുപ്പ് മേടിച്ച ഉടനെ അത് മേത്തോട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഇടുമ്പോൾ ഓർക്കണം. ഇപ്പൊ കണ്ടെന്നും പറഞ്ഞ എന്താണ്? ഒരു പ്രാവശ്യം ഇട്ട ഉടുപ്പ് കത്തിച്ചു കളയാൻ പറ്റുമോ? അതാ ഞാനും ചോദിക്കുന്നേ. 3 പേരും കൂടിയേ സമ്മേളനം കൂടി നിൽക്കുക. പുതിയ ഉടുപ്പില്ലാത്ത കൊണ്ട് പോകാൻ മടിയെന്ന്. ഇപ്രാവശ്യം മാത്രമാണ് ഞങ്ങൾ പഴയതിട്ടുകൊണ്ട് സെലിബ്രേഷന് പോകുന്നത്. പോണ്ടെന്ന് കരുതിയതാ, പക്ഷെ മിസ് മെസ്സേജ് അടച്ചു. ചെന്നില്ലെങ്കിൽ പ്രശ്നം, അതുകൊണ്ട് റെഡിയാകാൻ പോവാ. എന്തായാലും ഗൗൺ എടുത്ത് കുറെ കാശ് കളഞ്ഞു. ഒരു പട്ടോടയും കൂടി ഇന്നലെ എടുത്താൽ മതിയായിരുന്നു. അതിന് പഴയതിട്ട് പോകാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അല്ല, വേറെ പട്ടോടയൊന്നും ഇവിടെ ഇരിപ്പില്ല. അപ്പൊ പഴയത് തന്നെ ഇട്ട് പോകണ്ടേ? ഈ കവറൊന്ന് തുറന്നു നോക്കിയേ. ഇതിലെന്താച്ചാ? തുറന്നു നോക്ക്. ഇതിലെന്താ? ഞാൻ നോക്കട്ടെ. ഇത് പട്ടുപാവടയാണല്ലോ. ഇതിപ്പോ മേടിച്ചോ? ഇന്ന് ഓണ സെലിബ്രേഷൻ ആണെന്ന് എനിക്കറിയാലോ. പാവം കുട്ടികൾ പുതിയ പട്ടുപാട ഇടാതെ ഇതുവരെ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്നലെ ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ ഇത് പോയി സെലക്ട് ചെയ്തതാ. പിന്നെ മാറ്റി വെച്ചു. നിങ്ങൾക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി. ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ നേരത്തെ റെഡി ആയേനെ. ഇതിൽ ഏതൊക്കെ ആരുടെയൊക്കെ ആച്ചാ? എല്ലാം പല സൈസല്ലേ, നിങ്ങളുടെ സൈസിൽ തന്നെ തിരഞ്ഞെടുത്തോളൂ. ഇതെന്താണ് മാധവ, പിന്നെയും പട്ടുസാരിയോ? നോക്കട്ടെ. പച്ച, മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് എല്ലാം ഉണ്ടല്ലോ. അടിപൊളി. അമ്മ, ഇത് പട്ടുസാരിയൊന്നും അല്ല. ഇത് പട്ടുപാവാട മടക്കി വെച്ചിരിക്കുന്നോണ്ട് തോന്നുന്നതാ. കുട്ടികൾക്ക് ഓണ സെലിബ്രേഷൻ ഇടാൻ വേണ്ടി ഞാൻ ഇന്ന് മേടിച്ചതാ. ഓഹോ, എന്താ അമ്മേ, എന്ത് പറ്റി? നീ ഇതെപ്പ മേടിച്ചടാ? ഇന്നലെ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ സർപ്രൈസ് ആയിട്ട് മേടിച്ചതാ. കൊള്ളാടാ കൊള്ള. ആ ലല്ലിക്ക് രണ്ടാമതൊരു ഉടുപ്പെടുക്കാൻ പോയപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? എല്ലാവർക്കും ഒരു ഉടുപ്പെടുക്കാനല്ലേ വന്നത്, എല്ലാരും ഒരു ഉടുപ്പെടുത്താൽ മതി, രണ്ടാമത്തെ എടുക്കണ്ട. എന്നിട്ട് ഗീത എടുത്ത ഉടുപ്പ് നീ തിരിച്ചു വെപ്പിച്ചു. എന്നിട്ട് നിന്റെ മക്കൾക്ക് ബില്ലടിച്ചു കഴിഞ്ഞ് പോയി രണ്ടാമത് മേടിച്ചല്ലേടാ. എന്റെ പൊന്നമ്മയെ പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നേ? അത് പട്ടുപാട് എണ്ണി നോക്ക്. ലല്ലിക്കും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം. എനിക്ക് അപ്പോഴേ തോന്നി നീ അല്ലെങ്കിൽ ലല്ലിമോളെ മാറ്റി നിർത്തൂല്ലോ. നീ അമ്മക്കറിയാടാ. നന്നായി, അത് നന്നായി. അവള് നമ്മുടെ ഇവിടെ നിൽക്കാൻ വന്നതല്ലേ, നിന്റെ പെങ്ങളുടെ മോളല്ലേ. നീ അവക്ക് വേണ്ടി മേടിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാ. ലല്ലിമോളെ, ലല്ലിമോളെ, ലല്ലിമോളെ. അച്ഛമ്മ, ലല്ലിമോളെ ഇത് കണ്ടോ? ഒത്തിരി പട്ടുപാടുണ്ട്. മാധവമാമനെ മോക്ക് വേണ്ടി മേടിച്ചതാ. ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ തെരഞ്ഞെടുത്തോ. എന്നിട്ട് വേണ്ടാത്തത് ഈ ചേച്ചിമാർക്ക് കൊടുത്തേക്ക്. അമ്മ, എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയാണോ നീ എന്താടാ ഈ ചോദിക്കുന്നത്? അച്ഛമ്മ, എനിക്ക് എല്ലോ മതി. എല്ലോ മതിയെങ്കിൽ മോൾ എല്ലോ എടുത്തോ. എന്റെ പൊന്നമ്മേ, എല്ലോ ഞാൻ മേടിച്ചത് നിത്യക്കാണ്. അപ്പൊ ലല്ലിമോക്ക് ഏത് കളറാ മേടിച്ചേ? ലല്ലിമോളുടെ സൈസിനുള്ള പട്ടുപാടയാണ് ലല്ലിമോൾക്ക് മേടിച്ചത്. യെല്ലോ വലുതാണ്, അത് നിത്യക്കാ ഞാൻ മേടിച്ചത്. അങ്ങനെ ഓരോരുത്തരുടെ അളവിലോ മേടിച്ചത്. ഇഷ്ടമുള്ളതൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മേടിച്ചാൽ എങ്ങനെയാടാ? നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യണ്ടേ? ഞാനൊരു സന്തോഷത്തിന് മേടിച്ചോണ്ട് വന്നു. അമ്മക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ലല്ലിമോക്ക് കൊടുക്ക്. അല്ലാതെ ഇവിടുത്തെ കുട്ടികളുടെ സൈസിലുള്ളത് ഇവർക്ക് കൊടുക്കും. അവർക്ക് എന്തായാലും കുളിച്ചിപ്പോ ഓണ സെലിബ്രേഷന് പോകണം. എടാ, ലല്ലിമോക്ക് ഇന്ന് ഓണ സെലിബ്രേഷനാ. അവളെ ഇവിടെ നിന്ന് വിടാൻ വേണ്ടിട്ടാ രജനി അവിടെ തിരക്ക് കൂട്ടുന്നേ. ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് സ്കൂളിൽ കൊണ്ട് ആക്കിയാൽ മതിയല്ലോ. എന്തെങ്കിലും ചെയ്യും. ഞാൻ മേടിച്ച പാവാട ഇഷ്ടപ്പെട്ട അത് ഇട്ടുകൊണ്ട് അവളെ കൊണ്ടേ ആക്ക്. ഇനി അത് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഞാൻ പോകുക. എന്തായാലും ഇവിടുത്തെ കുട്ടികളുടെ സൈസിലുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് കൊടുത്തേര്. എന്താ എന്തിനാ ലല്ലിമോളെ വിളിച്ചത്?
അതെ മാധവൻ ലല്ലിമോൾക്ക് പട്ടുപാട മേടിച്ചിട്ടുണ്ട്. ദേ ഇതിന്ന് എടുത്തോ, എന്നിട്ട് അതിട്ടോണ്ട് ഇവിടെ ഇന്ന് ഓണ സെലിബ്രേഷൻ കൊണ്ട് ആക്കിയാ മതി നീ. ആഹാ പുതിയത് മേടിച്ചോ, നന്നായല്ലോ. നീതു നിത്യ ഇപ്പൊ തന്നെ റെഡിയായി. നിങ്ങൾ വേഗം കുളിച്ചു പോയി റെഡിയാക്ക്. കുണിക്ക് ഇങ്ങോട്ടോ, അമ്മ കുളിപ്പിച്ച് റെഡിയാക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. നീതുമോളെ നിത്യ ആ കുണുക്കിനൊന്ന് റെഡിയാക്കി വെക്കട്ടെ. ഞാൻ ആ കുണുക്കനെ ഇതുവരെ എണീറ്റിട്ടില്ല, അവനെ വിളിച്ചിട്ട് വരാം. എനിക്ക് വാടി കുണിക്ക് നിന്നെ ഞങ്ങൾ വേഗം റെഡിയാക്കാം. എല്ലാം കൂടി ഓടിയ കണ്ടോ അമ്മ. മാധവൻ ചേട്ടനെ ലല്ലിമൊക്കെ പട്ടുപാട മേടിച്ചത് അവളമാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോകാൻ പറ. അതല്ല മോളെ, അവള് പറഞ്ഞ കേട്ടോ, ആ കുണുക്കിനെ റെഡിയാക്കണത് നീതു നിത്യ. അതിനിപ്പോ എന്താ അമ്മേ, അവര് ബ്യൂട്ടീഷ്യൻ ഒന്നും അല്ലല്ലോ. എന്റെ പൊന്നു രജനി, അവർക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കാൻ അറിയാം. അവര് യൂട്യൂബോ ആറ്റൂബോ എന്താണ്ടൊക്കെ നോക്കി ആ കൊച്ചിനെ ലിപ്സ്റ്റിക്കും റോസ് പൗഡറൊക്കെ വാരി തേച്ച് ലാസ്റ്റ് റെഡിയായി കഴിയുമ്പോൾ അതിന്റെ മുഖം നല്ല ചുമന്ന് സുന്ദരിയായിട്ടിരിക്കും. അവളുമാർക്ക് അത്രയും നന്നായിട്ട് റെഡിയാക്കാൻ അറിയോ? അറിയാം. ഞാൻ പറഞ്ഞു വന്നതേ, നീ ഈ ലല്ലി മോളെ കുണിക്കിനേക്കാൾ നന്നായിട്ട് റെഡിയാക്കണം. എന്റെ ഫോണിൽ യൂട്യൂബ് ഉണ്ട്, എടുത്തോ. എന്നിട്ട് അതിൽ നോക്കി ആ ചായ എല്ലാം വാരി തേക്കണം. അമ്മ അതിന് ഞാൻ മേക്കപ്പ് സെറ്റ് ഒന്നും കൊണ്ടുവന്നില്ല. ഓ അത് നീതുവിന്റെ നിത്യയുടെയും കയ്യിലുണ്ട്. ഞാൻ അവര് കാണാതെ കട്ടെടുത്തോണ്ട് വന്ന് തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡിയാക്കാം. ദേ ഞാൻ ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് തരാം. പക്ഷെ റെഡിയായി കഴിയുമ്പോ നല്ല സുന്ദരിയായിരിക്കണം ലല്ലി മോള്, കേട്ടല്ലോ. അതൊക്കെ ഞാൻ ഏറ്റവും കൊള്ളാലേ മേ. മാധവൻ ചേട്ടൻ തനിയെ പോയി എടുത്തതിനൊരു ചന്തമൊക്കെ ഉണ്ട്. എന്ത് ചന്തം? അതിന് അവന്റെ മക്കളുടെ നമ്മൾ കണ്ടില്ലല്ലോ, അതായിരിക്കും അടിപൊളി. ഇനി ഇതാണ് നല്ലതെങ്കിലും അങ്ങനെ ഒന്നും പറയണ്ട. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വേണം പറയാൻ. എടി നീ ഇതെല്ലാം വാരി കൊച്ചിന്റെ മുഖത്തോട്ടിട്. ഇതെന്താ അമ്മേ മേക്കപ്പ് സെറ്റ്? ഇത് എവിടെന്നാ? ഓ അത് ഞാൻ നീതുമോള് കാണാതെ ഷെൽഫിൽ നിന്ന് എടുത്തതാ. അമ്മേ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, സ്കൂളിലെ ഓണ സെലിബ്രേഷൻ അല്ലേ. എന്റെ മുന്നേ ഇവളോട് പറഞ്ഞാൽ മനസ്സിലാകൂല. ആ കുണിക്ക് ഞാൻ നീതു നിത്യം കൂടി ലിപ്സ്റ്റിക്കും അതും ഇത് റോസ് പൗഡർ ഒക്കെ വാരി എന്ത് സുന്ദരിയാക്കിയാ വിടണേന്നറിയോ. അതിനേലും അടിപൊളിയായിട്ട് ലല്ലിമോൾ ഒരുക്കണം. കറക്റ്റ് അച്ഛമ്മ, എന്നെ വേഗം ഒരുക്കൂ. അമ്മ എനിക്കാണെങ്കിൽ ഇതൊന്നും ഇട്ട് കൊടുക്കാൻ അറിയില്ല. എടി അവളുമാർക്കും അറിയില്ല. യൂട്യൂബ് ആറ്റൂബ് എന്താണ്ടൊക്കെ ഫോണിലില്ലേ, അതിൽ അടിച്ചു കൊടുത്താൽ മതി എങ്ങനെയാ മേക്കപ്പ് എന്ന്. നീ വേഗം ഇട, വാരി ഇട്, ഇതൊക്കെ കവളത്തോട്ടിട്. അമ്മ സ്കൂളിലെ മിസ് വഴക്ക് പറയും. എന്റെ പൊന്നെ നീ ഒരു കാര്യം ചെയ്യും, മുറിയുടെ പുറത്തോട്ട് ഇറങ്ങ. ഞാൻ എന്റെ ലല്ലിമോൾ ഒരുക്കാം, അച്ഛമ്മ ഒരുക്കാം. അമ്മേ പുറത്തോട്ട് ഇറങ്ങിക്കേ, ഞാൻ ഒരുക്കാം. ഞാൻ ലല്ലിമോൾ ഒരുക്കാം, നീ ഒരുക്കാൻ ശരിയാകൂല. എന്തായാലും കുണിക്കിനെ വെട്ടിക്കണം. എങ്കിൽ ശരി, ഞാൻ പുറത്തോട്ട് നിൽക്കാം. എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ ഇറങ്ങി കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവണം, കേട്ടല്ലോ. അച്ഛമ്മ യൂട്യൂബ് നോക്കി ഒരുക്കിക്കോളും. അമ്മ പുറത്തോട്ട് നിൽക്കൂ, കഴിയുമ്പോ ഞങ്ങള് വിളിക്കാം. നിന്റെ അമ്മക്കൊന്നും അറിയില്ല. ദേ അച്ഛമ്മ ഇട്ടുതരാം. ആ കവളൊക്കെ കാണിച്ച് നമുക്ക് നല്ല ചുമപ്പിച്ച് വെക്കണം. എങ്ങനെയുണ്ട് അച്ഛമ്മ? എന്റെ പൊന്നെ ഒരുക്കിയപ്പോ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും നന്നായിട്ട് ഒരുക്കാൻ പറ്റുമെന്ന്. കവളൊക്കെ ചുമന്ന് തുടുത്ത് ചുണ്ടൊക്കെ ചുമന്ന് എന്തൊരു ഭംഗിയാ കാണാൻ. എങ്കിൽ എന്റെ അമ്മേനെ വിളിക്കൂ. അല്ല മോക്ക് കണ്ണാടി കാണണ്ടേ? എന്റെ അച്ഛമ്മ എനിക്ക് ബെസ്റ്റ് ചെയ്യൂ. അമ്മേനെ വിളിക്കൂ. അമ്മ നെട്ടട്ടെ, അമ്മ സർപ്രൈസ് ആകട്ടെ. രജനി വന്ന് കാണു നിന്റെ മോളെ. ചിലപ്പോ കണ്ടാ നീ തിരിച്ചറിയില്ല കേട്ടോ. കണ്ടോ നിന്റെ അമ്മ നെട്ടി. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? മനസ്സിലായില്ല. അയ്യോ അമ്മ, എന്താ അമ്മ ഇത്? കൂടുതൽ നന്നായി പോയോ? ലലിമോളെ കഴിഞ്ഞു. അയ്യോ ഇതെന്താ ഇവിടെ കവളത്തെ തൊലി പോയോ? ഏടി നീതുമോളെ, നിന്റെ കുശുമ്പ് മനസ്സിലാവുന്നുണ്ട്. എന്റെ കൊച്ചിന്റെ കവളൊക്കെ ചുവന്ന് തുടുത്തത് നിനക്ക് സഹിക്കുന്നില്ലല്ലേ? ദേടി നമ്മുടെ മേക്കപ്പ് സെറ്റിൽ അച്ഛമ്മയുടെ കയ്യിരിക്കണേ. ആ മേക്കപ്പ് സെറ്റ് നോക്കി ഞാൻ കുറെ നടന്നു, പക്ഷെ കിട്ടിയില്ല. എന്നാലും സാരില്ല, കിട്ടിയെങ്കിൽ ഇതേപോലെ ഒരു കാഴ്ച കാണാൻ പറ്റില്ലല്ലോ. എന്താണ് കാഴ്ചക്ക് കുഴപ്പം? നിങ്ങൾക്ക് കുശുമ്പാണല്ലേ? എന്തിന് ഇതേപോലത്തെ മേക്കപ്പിനോ കുശുമ്പോ? എന്റെ പൊന്നെ, ഞങ്ങളെ സ്കൂളിലാക്കണ വഴി നിന്റെ സ്കൂളിലും ആക്കാന്ന് പറഞ്ഞു അച്ഛൻ. അതാ ഞങ്ങൾ വിളിക്കാമെന്നേ. നീ വേണമെങ്കിൽ വാ. ഇങ്ങനെ പോകണ്ട, ആ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് പോയാ മതി. മുഖം കഴുകാനോ? ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇട്ടത്. നീ നീതുവിന്റെ നിത്യയുടെ വാക്ക് കേട്ട് നിന്റെ മോളെ കുറ്റപ്പെടുത്തുവാണോ? എടി ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നീ ഇവിടെ മുഖത്തോട്ട് നോക്കിയേ. എന്താ മമ്മി ഇത്? എനിക്ക് ഇങ്ങനെ തന്നെ പോയാ മതി. എന്റെ പൊന്നിൽ അല്ലിമോളെ, നീ മുഖം കഴുകിട്ട് പോയാ മതി, അല്ലെങ്കിൽ ടീച്ചർ എന്നെ വിളിക്കും. മമ്മി ഇന്ന് മേക്കപ്പ് ഒക്കെ അലൗഡ് ആണ്. ചില കുട്ടികൾ മൊബൈൽ ഫോൺസ് വരെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എന്താ, ലിപ്സ്റ്റിക് കിട്ടുന്ന കരുതി ഒരു പ്രശ്നവും ഇല്ല. ഇവളോട് പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കെ, ഞാൻ ഇപ്പൊ വരാം. ഇന്ന നീ കണ്ണാടിയിലോട്ട് നോക്കിയേ. അച്ഛൻ എന്തായി കാണിച്ചേക്കണേ? എന്താ മോളെ, അടിപൊളിയല്ലേ? അയ്യേ അടിപൊളി. അച്ഛാമ്മ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ലല്ലി മോളിനെ ഒരിക്കലും അച്ഛാമ്മനോട് മിണ്ടില്ല. വരുന്നുണ്ടെങ്കിൽ മുഖം കഴുകിയിട്ട് നീ വാ. നീ മുഖം കഴുകാതെ പോയാലേ ആരെങ്കിലും നിന്റെ ഫോട്ടോ എടുത്തോലെ ഇൻസ്റ്റാഗ്രാമിലിട്ട് നിന്നെ വൈറലാക്കും. അതാ ഞാൻ പറഞ്ഞ അത്രയും നല്ല മേക്കപ്പ് ആണ്. മേക്കപ്പിനൊന്നും അല്ല, കളിയാക്കാൻ വേണ്ടി ആയിരിക്കും വൈറലാക്കണേ.